എൻ്റെ പേര് സബിൻ മാളിയേക്കൽ. ഞാൻ പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി വില്ലേജിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് കൃപാസന അമ്മയോടൊരു മാപ്പ് അപേക്ഷിക്കുകയാണ്. 2019 ജനുവരിയോട് കൂടിയിട്ടാണ് എൻ്റെ അമ്മയാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ. എല്ലാവരും ജസ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഫേക്കാവുന്ന പോലെയാണ് എൻ്റെ മനസ്സ്. ഒട്ടും ധ്യാനകേന്ദ്രത്തോടൊന്നും താല്പര്യവും വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എല്ലാ പിള്ളേരും ജസ്റ്റ് അങ്ങോട്ടൊരു അപ്പർ ക്ലാസ് ഫാമിലി അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. പുവർ ക്ലാസ് ഫാമിലി അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യുക. ഈവൻ മിഡിൽ ക്ലാസ് ഫാമിലി അവരത് കുറച്ചും കൂടി അപ്പർ ക്ലാസ് ഫാമിലിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ പിള്ളേർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വളർന്നൊരു ഒരു പയ്യനാണ് ഞാൻ. ഇപ്പോൾ 25 വയസ്സായി എനിക്ക്. 13 വയസ്സായപ്പോൾ അപ്പൻ സൂപ്പർവൈസറായിട്ട് ഇടുക്കിയിൽ നിന്ന് മഞ്ഞപ്പിത്തം ഓവറായിട്ട് മദ്യപാനം കൂടിയിട്ട് മഞ്ഞപ്പിത്തം വന്ന് ഫുള്ള് ലിവർ സിറോസിസ് ആയി ജോലി പോയിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് നമ്മളെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് നമ്മൾ ജോലി ചെയ്യുക. അപ്പോൾ ചേട്ടൻ അച്ചമ്പട്ടനൊക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഞങ്ങൾ 2 ആൺമക്കളാണ്. അപ്പൻ, അമ്മ, ഞാൻ, ചേട്ടൻ. അപ്പോൾ ഒരുപാട് സഫർ ചെയ്യേണ്ട വന്നു. ആ സമയത്ത് റബ്ബർ ടാപ്പിക്കും ഈവൻ വെയിറ്റർ അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായിട്ട് വന്നു മുന്നോട്ട് പോകാനായിട്ട്. അപ്പൻ്റെ രോഗവും മറ്റും ചികിത്സയും കുടുംബത്തിൻ്റെ ചിലവും. അപ്പോൾ 13 വയസ്സ് ഏകദേശം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജോലിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഞാൻ ജനിച്ചത് ഡിസംബർ 25 ക്രിസ്മസിന് സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവിനെ പോലെ ക്രൂശ് മരണമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ വിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല. ക്ലേശം കൂടിയപ്പോൾ എൻ്റെ വിശ്വാസം കുറഞ്ഞു, ഡൗണായിട്ട്. സോ അപ്പോൾ സഭയോടും പള്ളിയിലൊക്കെ ഒരുപാട് ആക്റ്റീവായിരുന്നു. അതിനുശേഷം ഒട്ടും ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. കുരിശ് വരയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു 8ാം ക്ലാസ് പഠിച്ച സമയത്ത് 9ലൊക്കെ ആയ സമയത്ത് നമ്മുടെ ചെറിയ വീട്, എൻ്റെ വീട് വളരെ ചെറിയൊരു വീടാണ്, ഓട് വീടാണ് ആ സമയത്ത്. അപ്പോൾ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഫുള്ളും വായിൽ വെള്ളമായിരിക്കും. അതായത് മഴ മൊത്തം ചോർച്ച വന്ന് ഫുള്ളും അതിനകത്ത് കിടക്കാനും ഈവൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ സൗകര്യം കുറവായതുകൊണ്ട് വളരെയധികം സഫർ ചെയ്തിരുന്നു. അപ്പോൾ വിശ്വാസം ആ സമയം കുറഞ്ഞു വരികയായിരുന്നു. വിശ്വാസമില്ലാതെ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഫസ്റ്റ് ഞാനൊരു ഭവനത്തിന് തറക്കല്ലിടുകയാണ്. ഇട്ട് വാനം മാന്തി കുറച്ച് കല്ലൊക്കെ അടിച്ചു. ലാസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ അതൊരു തെങ്ങിൻ്റെ കുഴി പോലെ ആളുകൾ എന്നെ കളിയാക്കി തുടങ്ങി. സോ അതിനുശേഷം ഞാൻ മുന്നോട്ട് പഠിപ്പും ഇതേപോലെ പോയി. ഞാൻ പിന്നെ അത് മനസ്സിലെപ്പോഴും എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ പിന്നെ നടക്കുന്നില്ല എന്ന് കണ്ടു. അങ്ങനെ അമ്മ ഇതേപോലെ കൃപാസനത്തിൽ ആരുടെ ത്രൂ എന്ന് എനിക്കറിയില്ല ക്ലിയറായിട്ട്, കൃപാസനം ഉണ്ട്, അമ്മ ഉടമ്പടി എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം നടക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു, അമ്മയ്ക്ക് നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് കൃപാസനത്തിൽ അമ്മ വരും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇത്രയും ചെയ്തു, നീ വിശ്വാസത്തിലേക്കൊന്ന് കൺവേർട്ട് ആവും, നമുക്ക് നടക്കുമല്ലോ നോക്കാം എന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അമ്മയുടെ പിന്നാലെ പോന്നു. സോ ഇവിടുന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തില്ലായിരുന്നു, അവൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. സോ അമ്മയുടെ കൂടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എന്നോട് പറഞ്ഞു, ഈ വിശ്വാസമില്ലാത്ത മകന് ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവൻ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വീട് പണിക്ക് HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഒരു 11.5 ലക്ഷം, ഏകദേശം 12 ലക്ഷം രൂപ. ലോണ് കിട്ടാൻ തന്നെ ഒരുപാട് ചടങ്ങുകളുണ്ട്. സോ ആ സമയത്ത് യമഹ ഷോറൂമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന പുള്ളി എൻ്റെ 6 മന്ത് പേ സ്ലിപ്പും കാര്യങ്ങളും പുള്ളി എൻ്റെ പേരിൽ എനിക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കൃപാസന മാതാവിൻ്റെ ഞാൻ വിശ്വസിച്ച് തുടങ്ങിയ മുതൽ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ലോണ് പാസ്സായി കഴിഞ്ഞപ്പോൾ അടുത്ത ചടങ്ങ് ഫൗണ്ടേഷൻ കിട്ടണമെങ്കിൽ, എനിക്ക് ഫൗണ്ടേഷൻ പണിയണമെങ്കിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പാസ്സായ ലോൺ എനിക്ക് തരുള്ളൂ. സോ അപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ 3 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു. 1300 മുകളിലോട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിന് 3 ലക്ഷം രൂപയുടെ ചിലവ് വരുമെന്ന് പറഞ്ഞു. സോ ആ സമയത്ത് എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപ, എൻ്റെ ലാഭപ്പാടെ വരുമാനമായിട്ട് എൻ്റെ കയ്യിൽ വെറും 30,000 ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ 30,000 രൂപ വെച്ചിട്ട് എനിക്ക് 3 ലക്ഷം രൂപയുടെ ഫൗണ്ടേഷൻ പണിത് തീർക്കണം. സഹായിക്കാൻ ആരുമില്ല. പക്ഷെ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കാത്ത കുടുംബാംഗങ്ങൾ ഒരെണ്ണം മുമ്പിൽ പോയി യാചിക്കുകയോ കൈകൂപ്പി നിൽക്കുകയോ ചെയ്യരുന്നൊരു വാശി ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്.
സോ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ബിബിൻ എന്ന് പറയും, പുള്ളി എൻജിനീയറാണ്. പുള്ളി എന്നോട് പറഞ്ഞു, മോനെ നീ സഫർ ചെയ്യുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, നിൻ്റെ ഉള്ള പൈസ തായോ, നിൻ്റെ വീടിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് 30,000 രൂപ പുള്ളിക്ക് കൊടുത്തു. പുള്ളിയാണ് എനിക്കെൻ്റെ ഫൗണ്ടേഷൻ ക്ലിയറാക്കി തന്നത് ഈ 3 ലക്ഷം രൂപയ്ക്ക്. സോ അതിനുശേഷം പുള്ളി ഒരിക്കലും ആ വീടിൻ്റെ ഫുൾ വർക്ക് എന്നോട് തരണം എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ അതിൻ്റെ ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് 1 by 1 ആയിട്ട് കയറ്റി വരുന്ന ആ വീട് കൃത്യം 1 വർഷം 2019 ജൂൺ 1 പള്ളിയുടെ ഞങ്ങളുടെ പള്ളിയുടെ ഇടവ പള്ളിയുടെ കയറിക്കൂടലിനാണ് വീടിന് തറക്കല്ലിടുന്നത്. 1 വർഷം 1.25 വർഷം സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഒറ്റ വർഷത്തെ ഗ്യാപ്പിൽ 11 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ ഏകദേശം 20-21 ലക്ഷം രൂപയുടെ വീട് ആരുടെ മുമ്പിലും തലകുനിക്കാതെ ആ സമയത്താണ് എനിക്ക് വിംസ് ഏവിയേഷൻ്റെ കോഴ്സ് പഠിക്കാനായിട്ട് ഒരു ചാൻസ് വന്നു. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് വിംസ് ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വീട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഭവനം ആരുടെയും മുമ്പിൽ, ഈവൻ അപ്പനും അമ്മയും ആരെയും തലതാഴ്ത്താതെ, ദൈവം എന്നെ തലതാഴ്ത്താതെ എനിക്ക് ആ വീട് 2020 അതിൻ്റെ ഫുള്ള് പണിയും കഴിഞ്ഞ് കയറിത്താമസം കൂടുന്ന സമയമായി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ചേട്ടൻ വിവാഹത്തിന് 25 വയസ്സോളം ചേട്ടനായി. അപ്പോൾ ചേട്ടന് കല്യാണം കഴിച്ചാലോ എന്നൊരു താല്പര്യം. അപ്പോൾ കൃപാസമ്മനോട് പറഞ്ഞ് നല്ലൊരു അലയൻസ് ചേട്ടായിക്ക് കിട്ടണേ എന്ന് പറഞ്ഞ് കൃത്യം കയറിത്താമസം കഴിയുന്ന ആ ദിവസം രാവിലെ കയറിത്താമസം, ഉച്ച കഴിഞ്ഞ് ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റും ആ കുടുംബത്തിൽ വെച്ച് തന്നെ സാധിച്ചു. സോ അത് കഴിഞ്ഞ് 1 വർഷം അവർ മക്കൾ വേണം, ആദ്യത്തെ കൊച്ചായപ്പോൾ അത് ആലസിപ്പോയി. രണ്ടാമത് 1 വർഷം അവർക്ക് വല്ലാതെ ഒരു സഫോക്കേറ്റ് ചെയ്തിരുന്നു, കൊച്ചാവാതെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൃപാസനത്തിന് അപ്പോൾ ഇവരോട് വാശി പിടിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും, ഞാൻ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ ഉടനെ എനിക്ക് പുറത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയില്ല. സോ എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ അപ്പൻ ഒരു 3 പ്രാവശ്യം ദുബായിൽ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. ഈവൻ ചേട്ടൻ ട്രൈ ചെയ്തിരുന്നു. ഇവരും പല പ്രാവശ്യം ബാധ്യതയും മറ്റാൾക്കാർ പറ്റിച്ച് പോകാൻ സാധിക്കാതായി. അപ്പോൾ ഞാനും വിചാരിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാളിയേക്കൽ നിന്ന് ഒരാൾ, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, കയ്യിൽ പോകാൻ കാശുമില്ല. അങ്ങനെ ചേട്ടനും ആ സമയത്ത് ചേട്ടനും ചേച്ചിയും എന്നെ സഹായിച്ച് പ്രാർത്ഥനയിലൂടെ തന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് അവിടെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ CCTVയിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടി. CCTVയിൽ ഓപ്പറേറ്ററായിട്ട് ഇപ്പോൾ ദുബായിൽ DP വേൾഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. മാതാവിൽ ത്രൂ കർത്താവ് എനിക്ക് സാധിച്ചു വന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇതിൽ പല എനിക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെ തന്നിട്ടുണ്ട്. പക്ഷെ പലതും പറയാൻ നമുക്ക് ടെൻഷൻ കാരണം, സ്റ്റേജ് ഫിയറും കാരണം പറയാൻ പറ്റാതെ പോകും. പക്ഷെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയത്, അവിടുന്ന് സഫോക്കേറ്റ് ചെയ്ത് അവിടുത്തെ പണ്ട് ലൊക്കേഷനിലെ മാനേജേഴ്സായിട്ട് ചെറിയ ഇഷ്യൂ, ഔട്ട് സ്റ്റേറ്റ് സ്റ്റാൻഡിങ്ങും വെയിലൊക്കെ കണ്ടപ്പോൾ ഇഷ്യൂ ചെയ്ത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നപ്പോൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ല. അങ്ങനെ CCTVയിലേക്ക് നോക്കി CCTV ഓപ്പറേഷനിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ CCTV ഓപ്പറേറ്ററായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ഇതുവരെ ഒരു ഏകദേശം 10-17 ആയ സമയം മുതൽ കടുത്ത മദ്യപാനം സ്റ്റാർട്ട് ചെയ്ത് പപ്പയുടെ 40-47 വയസ്സ് വരെ കംപ്ലീറ്റായി 45-46 വയസ്സ് വരെ കംപ്ലീറ്റായിട്ട് മദ്യപിക്കുമായിരുന്നു. ഈവൻ അപ്പന് മദ്യപാനം കൂടിയിട്ട് കടക്കുന്ന കട്ടിലിൻ്റെ താഴത്ത് കുപ്പി വെച്ച് ഇവിടെ ഇടുക്കിയിൽ സൂപ്പർവൈസറായ സമയത്ത് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ വന്ന് പുള്ളി വലിയ 500-600 രൂപയുടെ കുപ്പി മേടിച്ച് എപ്പോഴും കണ്ണ് തുറന്ന അപ്പോൾ പുള്ളിക്ക് മദ്യം വേണമായിരുന്നു. സോ അതിന് ഞാൻ എൻ്റെ അപ്പനെ എൻ്റെ മദ്യപാനം ഓവറായി കഴിഞ്ഞാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി ഞാൻ എൻ്റെ അപ്പനെ ഡയറക്റ്റ് മെൻ്റലി ഫിറ്റായിട്ട് മദ്യപാനം നിർത്താൻ സാധിക്കാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. രണ്ടാമത് ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൃപാസനത്തിൽ അമ്മ വെച്ച ഉടമ്പടിയിൽ അതും ഉണ്ടായിരുന്നു. അപ്പനെ പൂർണ്ണമായിട്ടും അപ്പൻ്റെ അസുഖവും മദ്യപാനവും മാറി. സോ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ 2019 എടുത്ത ഉടമ്പടിയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈവൻ കൊറോണ ആഫ്റ്റർ ജോലി പോയി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഡിലേ ഞാൻ എൻ്റെ ഇൻറ്റൻഷനലി ഡിലേ ആക്കിയതല്ല. ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മയോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ പറയുന്നു, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. സബിൻ മാളിയേക്കൽ എന്ന ഈ മകൻ
ആ മകൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് തൻ്റെ 13 വയസ്സിൽ താനൊരു ഭവനം നിർമ്മിക്കാൻ തുടങ്ങിയതു മുതൽ പിന്നീട് വളരെ ആത്മാർത്ഥമായി ആ മകൻ ഓരോ കാര്യങ്ങളും നമ്മോട് പങ്കുവെച്ചു. ഇന്ന് എങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനടയിൽ വന്ന് ഈ മകൻ സാക്ഷിയായി തീരുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. അങ്ങനെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരു ജീവിതവും ഈ മകനുണ്ടായിരുന്നു. എന്നാൽ 2019 അമ്മയുടെ കൂടെ, തൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ വരുന്നു. അമ്മ ഉടമ്പടി എടുക്കുന്നു. സബിൻ ഉടമ്പടി എടുത്തിട്ടില്ലേ? അപ്പോൾ അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ മകൻ പിന്നീട് എങ്ങനെയാണ് അമ്മയുടെ നിയോഗങ്ങളോട് ചേർന്ന് ഈ മകനും ഒരുമിച്ച് പോയി അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് എങ്ങനെ നടന്നു. 30,000 രൂപ കൊണ്ട് വീട് പണി തുടങ്ങിയ മകൻ എങ്ങനെയാണ് പിന്നീട് വീട് പണി പൂർത്തിയാക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ നാം കേട്ടു. ഇന്ന് ജോലിക്ക് പ്രൊമോഷനൊക്കെ കിട്ടി. ഈ മകൻ ഇന്ന് വിവാഹവും കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നാം കേട്ട തിരുവചനം പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.